ഹലോ, ഇറ്റ്സ് മീ റോജായ കെയിൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എവിടേക്കാണ് പോകുന്നത്? തളിരയിലേക്കാണ് പോകുന്നത് കേട്ടോ. എൻ്റെ വീടിനടുത്താണ് ഈ തളിര. അപ്പം എൻ്റെ മെയിൻ ഇന്നത്തെ എയിം എന്ന് പറയുന്നത് ക്രിസ്മസിൻ്റെതും അതുപോലെ ബ്ലാക്ക് ഫ്രൈഡേയുടേതും ആയിട്ടുള്ള ഓഫേഴ്സ് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്തോ, അതോ നവംബറിൻ്റെ ലാസ്റ്റ് 2 വീക്സിലുള്ള ഫ്രൈഡേയ്സിൽ മാത്രമാണോ എന്നൊക്കെ ഒന്ന് അറിയാനായിട്ടൊക്കെയാണ് ഞാൻ ഇറങ്ങിയത്. വന്ന് കയറുമ്പം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനാണ് നിങ്ങൾ കാണുന്നില്ലേ. ഇപ്പം ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസ് ഒരുപാട് ഗ്രീൻ, റെഡ്, വൈറ്റ് എന്ന ആ ഒരു സിൽവർ കോംബോയിലൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരുപാട് കുഞ്ഞി കുഞ്ഞി ഐറ്റംസ് ഉണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടോളൂ കേട്ടോ. എന്തോരം പ്രോഡക്ട്സ്, എന്തോരം ഐറ്റംസ് ആണല്ലേ എന്ന് നോക്കി. ഞാൻ അവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നോക്കി നിൽക്കുക. ഇതൊക്കെ എന്തുവാ, എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഡെക്കറേഷൻ എങ്ങനെ അവർ ചെയ്യായിരിക്കും, അങ്ങനെയൊക്കെ ഓരോന്ന് നോക്കി ആലോചിച്ച് അവിടെ നിൽക്കുകയാണ്. ആളുകളൊക്കെ വന്ന് തുടങ്ങി. എനിക്കിപ്പം വീഡിയോ എടുക്കാൻ ഞാൻ കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഇത്തിരി തിരക്കുറവുള്ളപ്പോഴാണ്. ബിക്കോസ് എനിക്ക് അത്രയും വീഡിയോസ് എടുത്തുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പം ഞാൻ രാവിലെ തന്നെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടുമൊക്കെ വരാമെന്ന് കരുതുമ്പോൾ ഈ വീഡിയോയും കൂടെ എടുത്തതാണ്. അപ്പോൾ എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലെങ്കിലും എന്നെ സ്നേഹിക്കുന്ന, എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു വിഷ്വൽസ് എത്തിക്കണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട്. എനിവേ, നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടിന്, ഓരോ സബ്സ്ക്രൈബിനും ലൈക്കിനും കമൻറ്റിനും ഒത്തിരി സ്നേഹവും സന്തോഷവും നിങ്ങളെ അറിയിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അത് ഒരു ഹാപ്പി, ഒരു ബ്ലെസ്സഡ് ഫീലും ഒരു സന്തോഷമൊക്കെയാണ് കേട്ടോ. അങ്ങനെ അതിൽ ഓക്കെ. അപ്പം ഞാൻ അതുവഴിയൊക്കെ പോകുമ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഇനിയിപ്പം ആ ഒരു ഭാഗത്ത് ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ഒന്നുമില്ല. സെൻറ്റഡ് ക്യാൻഡിൽസും അങ്ങനെ കുറേ വേറെ ഐറ്റംസ് ഒക്കെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ വീണ്ടും തിരിച്ച് ആ ഒരു ഭാഗത്തേക്ക് തന്നെ പോകുവാണ് കേട്ടോ. അപ്പം ബാക്കി വീഡിയോ കാണാം. ഒന്നും മേടിച്ചില്ലെങ്കിൽ എന്താ, ഇതൊക്കെ കണ്ടു പോകുന്ന തന്നെ എന്ത് സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. അതുപോലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള മന്ത് ഡിസംബറാണ്. ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഒരു മാസം. അങ്ങനെ എന്തോ ഒരു ഭയങ്കര ഒരു സന്തോഷവും ഇഷ്ടമൊക്കെ ഉള്ളൊരു മന്താണ് ഡിസംബർ. അതുപോലെ നിങ്ങൾക്ക് ഏത് മന്താണ് പേഴ്സണലി ഇഷ്ടമുള്ളതെന്ന് കമൻ്റായിട്ട് തന്നെ അറിയിക്കണേ. ഒരുപാട് ഐറ്റംസ് ഇരിപ്പുണ്ട്. എനിക്ക് ഒന്നൊന്നായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നില്ല, നിങ്ങൾ വീഡിയോയിൽ കണ്ടോളൂ കേട്ടോ എന്തൊക്കെയാണ് എന്നുള്ളത്. ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ്, ഹാമ്പേഴ്സ്, ഗിഫ്റ്റ് റാപ്പുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇരിപ്പുണ്ട്. ആളും തിരക്കും ഒക്കെ കൂടി വരുക. മേളിലേക്കോ താഴേക്കോ എങ്ങും നമ്മൾ പോയിട്ടില്ല. ഇന്ന് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ക്രിസ്മസ് ഐറ്റംസ് മാത്രമാണ് കേട്ടോ.
പെൻസില്, പേന, സ്റ്റിക്കേഴ്സ് എല്ലാം ക്രിസ്മസിൻ്റെ ഒരു തീമിൽ അവർ ചെയ്തേക്കുക. ഇനി ഒരു കാര്യം കാണിക്കാം, നോക്കിയേ. ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ സംഭവം ഇത് കണ്ടോ, ഇയറിങ്സ് ആണ്. അതുപോലെ കുഞ്ഞു ബ്രേസ്ലെറ്റ് ഒക്കെ കണ്ടോ, ക്രിസ്മസിൻ്റെ ആ തീമിൽ അവർ അറേഞ്ച് ചെയ്തേക്കുന്ന ഭയങ്കര രസമുണ്ട് കാണാൻ കേട്ടോ. അതൊക്കെ റെയറായിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ. എല്ലാം ക്രിസ്മസിൻ്റെ തീമിലുള്ള കമ്മലുകളും ബ്രേസ്ലെറ്റും ഒക്കെ. അപ്പം ഞാനിങ്ങനെ പോകാൻ ഇവിടെ തിരക്ക് കൂടുന്നു. ഇനി വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇവിടുന്ന് ഇറങ്ങാം. ഇനിയിപ്പോൾ എനിക്കൊന്ന് ബ്ലാക്ക് ഫ്രൈഡേയുടെ എന്തെങ്കിലും ഓഫേഴ്സ് വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് 1-2 ഇവിടുത്തെ ഡ്രസ്സുകൾ മേടിക്കുന്ന കടകളിലൊക്കെ ഒന്ന് കയറണം. അങ്ങനെയും കൂടെ പ്ലാനുണ്ട്. പറ്റുന്നെങ്കിൽ ഞാൻ ആ വീഡിയോസും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിൻ്റർ ഡ്രസ്സിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം. അപ്പം ഞാൻ ഒന്നും കൂടി ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് കാണിക്കുവാണേ. ആ ഒരു റെഡ് ആൻഡ് ഗ്രീൻ, ആ ഒരു ക്രിസ്മസ് വൈബ് ഇതിനകത്ത് നോക്കുമ്പം കിട്ടും. ആ ഒരു ഫുള്ളായിട്ടുള്ള വ്യൂ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കി ഇനിയിപ്പം പോവാനുള്ള പരിപാടികളാണേ. അപ്പം ഞാനിനി അടുത്ത വീഡിയോസിലേക്ക് കാണിക്കാം. ഡ്രസ്സൊന്നും പ്രത്യേകിച്ച് എടുക്കാനുള്ള പ്ലാൻ ഇല്ല, എങ്കിലും നോക്കാം. താണ്ടേ വന്ന് കയറി ഇങ്ങനെ റേറ്റുകളൊക്കെ നോക്കുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള ഓഫേഴ്സോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ബ്ലാക്ക് ഫ്രൈഡേ സാധാരണ നല്ല ഓഫേഴ്സ് വരുന്നതാണ്. അപ്പോൾ എൻ്റെ അറിവിൽ ഇനി എനിക്ക് തോന്നുന്നു ഇനി ലാസ്റ്റ് കമ്മിങ് 2 വീക്സ് ഫ്രൈഡേസിലായിരിക്കും ഓഫേഴ്സ് വരിക എന്ന് തോന്നുന്നു. സമ്മർ ഡ്രസ്സുകളെല്ലാം മാറ്റി ഇപ്പം എല്ലാം വിൻ്റർ ഡ്രസ്സുകൾ വന്നു. ഇതൊക്കെയാണ് റേറ്റുകൾ. അപ്പം ഇത് ഒരു എന്താ പറയുക, നല്ല റേറ്റ് തോന്നുന്നുണ്ട് എനിക്ക് എല്ലാത്തിനും. അപ്പം തന്നെ അല്ലെങ്കിൽ ഇതൊന്നും മേടിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്തെങ്കിലും ഓഫേഴ്സ് വന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാമല്ലോ എന്നുള്ള ചിന്തയിലായിരുന്നു. അങ്ങനെ ഞാൻ ഇനിയിപ്പോൾ സെൻട്രൽ മോഡയിലേക്ക് കയറുവാണ്. അപ്പം ഇവിടെ സാധാരണയായിട്ട് ഞാൻ വന്ന് ഡ്രസ്സുകളൊക്കെ എടുക്കാറുണ്ട്. അഫോർഡബിൾ റേറ്റിലൊക്കെ ചിലത് കിട്ടുമ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതും കൂടെ ഒന്ന് നോക്കി ഒന്ന് വീഡിയോയിലൊന്ന് കാണിക്കാം. അപ്പം എൻ്റെ കൂടെ പോരും കേട്ടോ, വീഡിയോയിൽ കാണാം. നമ്മൾ ഉദ്ദേശിച്ച് പോയതൊന്നും പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണുന്നില്ല. പിന്നെ ഞാനൊന്ന് ഓടിച്ച് വീഡിയോയിൽ നിങ്ങളെയും കാണിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ജസ്റ്റ് ബാക്കിയും കൂടെ ഷൂട്ട് ചെയ്താണ്ട് ഞാൻ വന്നു. അങ്ങനെ അവിടെ വരെ പോയിട്ട് വീണ്ടും ഞാൻ തിരിച്ച് ഇപ്പുറത്തെ സൈഡിൽ ഈ ഒരു സൈഡിലൂടെ കാണിക്കാമെന്ന് പറഞ്ഞ് വരുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് എന്നോട് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് അവർ പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഈ സൈഡിലേക്ക് വരുമ്പം ഇനിയിപ്പോൾ പാർട്ടി വെയേഴ്സ് ഒരുപാട് വരുന്നൊരു സമയമാണ്. കാരണം ക്രിസ്മസ് അല്ലേ, പാർട്ടി വെയേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ഇവിടെ കേട്ടോ. ഇത് ഒന്നുമില്ല, വീഡിയോയിൽ ആഡ് ചെയ്യാനും നിങ്ങളെ കാണിക്കാനും വേണ്ടിയിട്ട് മാത്രം ഷൂട്ട് ചെയ്യുന്നത്. എന്തായാലും പാർട്ടി വെയറോ അങ്ങനത്തെ ഒന്നും എടുക്കാൻ ഒരു ഉദ്ദേശവും ഇല്ല. പിന്നെ ഞാനൊരു കാര്യം കാണിക്കാം. മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഒരു നോർമൽ സാധനങ്ങളൊക്കെ എടുക്കുന്നവരാണ് ഇവിടെ വന്ന് ഇവിടുത്തെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മോൾട്ടയിലുള്ളവർ അത് വന്ന് മേടിക്കുന്നെങ്കിൽ മേടിച്ചു. നമ്മുടെ സ്കിൻ ടോണിന് പറ്റുന്നതൊക്കെ കിട്ടും. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോവാം കേട്ടോ, ടയേർഡാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ. അടുത്ത വീഡിയോയിൽ കാണാമേ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്.